ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസിയാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഹോട്ടലിൽ പോകുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പെരവാസ്തോലിയാണ് 28-ാം തീയതി, നീ വരുന്ന 28-ാം തീയതിയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വെളിയിൽ ഇറങ്ങട്ടെ. അപ്പോൾ ഞാൻ റൂമിനകത്തിരിക്കും. അപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങട്ടെ. അപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ എടുക്കട്ടെ. അപ്പം ഞാൻ ഈ വീടിൻ്റെ 4 ചുറ്റും കാണിച്ചിട്ട്. അപ്പോൾ മുറ്റം കണ്ടില്ലേ. ഇപ്പം ഇത്രയും ഭാഗം നമ്മളെപ്പോഴും എന്നും തൂത്ത് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വൃത്തിയായി കിടക്കുന്നു. ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇവിടോട്ട് നമ്മളങ്ങനെ ഇവിടെ അതും അടയ്ക്കയും ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് അതിൽ പോച്ചയൊക്കെ കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വലുതായിട്ട് കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് നല്ല അടിപൊളിയായിട്ട് വൃത്തികേടായി കിടപ്പുണ്ട്. അപ്പോൾ പോച്ചയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കണം. ഇതാണ്ടേ, ഇവിടെ കുറേ തടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പുറത്തെ ആണ്. അപ്പോൾ അതൊക്കെ മാറ്റണം. പിന്നെ നമ്മുടെ കറ്റാർ വാഴ ഉണ്ട്. ഇവിടെയൊക്കെ വൃത്തിയാക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ നമ്മൾ കുഞ്ഞു പോച്ചകളൊക്കെയുള്ളൂ. അതൊക്കെ നമ്മൾ ഉമ്മ ഇങ്ങനെ മുറ്റം തൂക്കുന്നതിനിടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അടുക്കള വശവും കുഴപ്പമില്ല കേട്ടോ. വേറൊരു കാര്യം കാണിച്ചു തരാം. ആ അയ്യം കണ്ടോ, ഇത്രയും നമ്മളിപ്പോൾ ഇവിടെ ഫുള്ള് ഇതെന്ന് വെച്ചാൽ അത് അപ്പുറത്തെ വീടിൻ്റെ ബാത്റൂം ആട്ടോ. നമ്മൾ നേരത്തെ താമസിച്ചിരുന്നത് അവിടെ അല്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ബാത്റൂമാണിത്. അപ്പോൾ അവിടെ ഇപ്പോൾ കുറേ ആയിട്ട് അവിടെ താമസവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം പോച്ച കയറി കിടക്കും കേട്ടോ. കാരണം നമുക്ക് ഇത്രയും ഏരിയയും കൂടെ വൃത്തിയാക്കി ഡെയിലി വൃത്തിയാക്കി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം പോച്ച കയറി കിടക്കുകയാണ്. ഇതുണ്ടല്ലേ, കുറേ ഇതും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വലിച്ച് കുറച്ച് കളയണം. അപ്പം നാളെയൊക്കെ ആയിട്ട് എന്തോരം ഇവിടെയൊക്കെ വൃത്തിയാക്കും. അപ്പോൾ ഇവിടെ തേങ്ങ ഇട്ടായിരുന്നു കേട്ടോ. അതാണ് ഇവിടെ ഓലയൊക്കെ കിടക്കുന്നത്. അപ്പം മൊത്തം വൃത്തികേടായിട്ട് കിടക്കുവാണ്. ഇവിടെ നിന്ന് നമുക്ക് കാലെടുത്ത് കുത്താൻ പോലും പറ്റത്തില്ല. ചേരയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പോലും അറിയാൻ പറ്റത്തില്ല കേട്ടോ. കുറച്ച് മുമ്പ് ആരോ കണ്ടെന്നൊക്കെ പറയുന്നു ചേര. അപ്പോൾ കണ്ടോ, മൊത്തം വൃത്തിയാക്കണം. നാളെ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും പന്തലിടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ള് വൃത്തിയാക്കണം. പിന്നെ ദാണ്ട നമുക്ക് പാചകക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചൂട്ടും, പിന്നെ നമുക്ക് വീട്ടിലും നമ്മൾ സാധാ ചോറിനൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കി കേട്ടോ പോകുന്ന. കുറച്ച് മുമ്പ് ചേരയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ നോക്കിയാണ് പോകുന്നത്. ഡേഞ്ചറാണ് ഗൈസ്. ഒരു കണക്കിന് നോക്കിയാൽ ഇവിടത്ത് വരുന്നത് ഡേഞ്ചറാണ്. പക്ഷെ ഇപ്പോൾ നാളെ കൂടെ കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മുമ്പേ വരണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കി പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ തുറന്നതാണ്. കുറച്ച് മുമ്പ് തുറന്നതാട്ടോ. നമ്മൾക്ക് വിറക് വയ്ക്കാൻ വേണ്ടി കുറച്ച് മുമ്പ് തുറന്നതാണ്. ഇപ്പോൾ പൂട്ട്. ഞാൻ പറഞ്ഞ് വീഡിയോയും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അമ്മേ എന്തെങ്കിലും കാണാം. അപ്പോൾ തൊണ്ടും ഒരു മിനിറ്റ് തൊണ്ടും ചിരട്ടയും ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് വിറകല്ലോ കേട്ടോ. ഇനി കുറച്ചും കൂടെ നമുക്ക് ഇറക്കണം. ഇത് തികയത്തില്ല. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള തൊണ്ടും ചിരട്ടയും വിറകും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കവിടെ കുട്ടിലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെയോ. ഇത് പൂട്ടാൻ പറ്റില്ല. ഞാൻ ഒന്ന് പൂട്ടട്ടെ. അതിനിപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനിപ്പോൾ പൂട്ടും. അതൊക്കെ പൂട്ടിയിടും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പണ്ടത്തെ ഈ വീട്ടിൽ താമസിച്ചപ്പോൾ നമ്മൾ അവിടെ ആയിരുന്നു തുണി എഴുതുന്നത് കേട്ടോ. ആ തുണി എഴുതുന്ന കല്ല് തറയതാന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ. അത്രയ്ക്ക് പോച്ച കയറി കിടക്കുവാണ്. ഇവിടെ ഫുള്ള് അങ്ങനെ കിടക്കും. അപ്പോൾ നാളേക്ക് എന്തായാലും വൃത്തിയാക്കും. അപ്പോൾ നാളെ ഇന്ന് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വൃത്തിയാക്കാൻ ആൾ വന്നില്ല. അപ്പോൾ നാളെ വരും. അപ്പോൾ പോച്ച കാര്യം തട്ടിയാട്ടെ പേടിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ വേണ്ട ഈ പുളിയുടെ കുറച്ച് ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഒരു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് വെട്ടിക്കളഞ്ഞു. പിന്നെ അവിടെ നിന്നൊരു കൊന്നയൊക്കെ കുറേയൊക്കെ വെട്ടി. കൊന്ന പിന്നെയും വീണ്ടും കിളിച്ച് വരും. ഇനിയിപ്പോൾ എന്തായാലും വെട്ടുന്ന കൂട്ടത്തിലെല്ലാം കൂടെ ഒരുമിച്ച് വെട്ടി കളയാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്യണം, പന്തലിടണം. അതൊക്കെ പതിയെ ഓരോ വീഡിയോസിലായിട്ട് കാണിക്കും. അപ്പം ഞാൻ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുറേ ആയി ഞാൻ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഫോൺ കിട്ടുന്നില്ല. ഫോണ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാനിരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയുക സ്കിറ്റ് പോലെ കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1 മാസം കൊണ്ട് വീഡിയോ എടുത്ത്
വീഡിയോ എടുക്കാൻ കുറേ ഇത്. പിന്നെ അത് ഫോൾഡറിലാക്കി, പിന്നെ എഡിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഞാനത് ഓരോരോ ഫോൾഡറിലാക്കി. പിന്നെ ഉമ്മയുടെ ഇപ്പോൾ ഈ ഒരു ഫോൺ ഒരു കുഴപ്പമുണ്ട്, എപ്പോഴും സ്റ്റോറേജ് സ്പേസ് കാണിക്കാമെന്ന് പറയുന്നൊരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ വീഡിയോസൊന്നും ഇട്ടേക്കാൻ പറ്റത്തില്ല, അങ്ങനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അത് ഫോൺ കിട്ടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ പ്രാവശ്യം ഒറ്റ ഇരിപ്പിലൊന്നും എനിക്ക് ആ വീഡിയോ, ഞാനിപ്പം ഇത് കലോത്സവ ഭാരത എന്ന് പറയുന്നൊരു വീഡിയോ ഇട്ടത് ഒറ്റ വീഡിയോയിലൊന്നും എഡിറ്റ് ചെയ്യാനേ പറ്റിയില്ല. ഒറ്റ ഇരിപ്പിലൊന്നും എഡിറ്റ് ചെയ്യാനേ പറ്റില്ല, കാരണം കുറേ പ്രാവശ്യം എടുക്കും. ഇപ്പം അങ്ങോട്ട് എടുക്കും, ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഫോൺ, ഇപ്പം അങ്ങോട്ട് എടുക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഫോൺ, അങ്ങനെ കുറേ ദിവസങ്ങളായിട്ടായിട്ട് എഡിറ്റ് ചെയ്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നതിനൊന്നും വലിയ എൻ്റെ കാര്യമായിട്ടോ പറയുന്നത്, അങ്ങനെ ഞാനങ്ങനെ ചെയ്തിട്ടതിനൊന്നും വലിയ വ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പോഴും 9 വ്യൂസ് കണ്ടായതേ ഉള്ളൂ. 4, 5, 6 ദിവസം കണ്ടായത് അപ്ലോഡ് ചെയ്തിട്ട്. അതിന് ശേഷം പിന്നെ ഞാനൊരു വീഡിയോ ഇട്ട്, എന്തായിരുന്നു, ഹോട്ടലിൽ പോയത്, നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോയത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഞാൻ പറഞ്ഞത് പെരവാസ്തൂലി. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം, പെരവാസ്തൂലി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ. അപ്പം പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ ഫോൺ കിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വീഡിയോ വേണ്ടാന്ന്. പിന്നെ അടുത്തല്ലോ, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അന്നേ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഇപ്പം ആരും ഇല്ല കേട്ടോ. വീട്ടിൽ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പതിയെ ആൾക്കാരൊക്കെ വരും. അപ്പം എന്താ പറയുക, പിന്നെ സാധനം ഇറക്കണം, പാചകത്തിനുള്ള കുരു വരുന്നു കേട്ടോ. എൻ്റെ മുഖത്ത് വീണ്ടും എല്ലാം പോയതായിരുന്നു, ഇപ്പോൾ വീണ്ടും വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ വീഡിയോസിനുള്ള കണ്ടൻസൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കാൻ പറ്റിയാൽ കൊള്ളാം. അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം ശ്രമിച്ച് വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പം എന്താ പറയുക, ഇൻസ്റ്റയിൽ ഇപ്പോൾ ഞാൻ റീൽസൊക്കെ അപ്ലോഡ്, അപ്പോൾ അതാകുമ്പോൾ കുറച്ച് സമയം മതിയല്ലോ അത് ഞാൻ കിട്ടുന്ന സമയത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴെന്നോ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കുമ്പോൾ പറയുമ്പോൾ അത് ഷൂട്ട് ചെയ്യണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. പിന്നെ റീൽസിന് ഞാനങ്ങനെ ചന്ദനത്തിരിയുടെ കൊമ്പ് കുറേ നേരം കൊണ്ട് എൻ്റെ തലയിൽ കുത്തിക്കയറും. അപ്പം അങ്ങനെ റീൽസ് അങ്ങനെ ഞാൻ വലുതായിട്ട് എഡിറ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ചെയ്തങ്ങ് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് എടുപ്പിച്ചിടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് യൂട്യൂബിൽ എനിക്കങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ എനിക്കൊന്ന് നമ്മൾ തിരിഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും കൂടുന്നില്ല. 947 ആയിട്ടിപ്പം എത്രയോ ദിവസമായി. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് 1K ആക്കണം. 1K ആക്കിയിട്ട് എനിക്കൊരു Q&A ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ 1K ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഈ അയ്യം ഫുള്ള് വൃത്തിയാക്കണം. അപ്പോൾ അതിനൊക്കെ നാളെ ആൾ വരും. പിന്നെ പന്തലിടുന്ന കുറച്ച് വീഡിയോ കാണിക്കട്ടെ. ഞാൻ നോക്കട്ടെ, ഈ വീഡിയോയ്ക്ക് ലെങ്ത്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ, ഞാൻ ഒരുപാടൊന്നും ലെങ്ത്തിൽ വീഡിയോ ഇടാൻ കാര്യമില്ല, കാരണം ആരും കാണത്തില്ല, അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഉണ്ടെങ്കിൽ ഞാനങ്ങ് ഇതങ്ങ് അപ്ലോഡ് ചെയ്യുന്നിട്ട് മറ്റേത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുള്ളൂ, ഇതിൻ്റെ ബാക്കിയായിട്ട് വൃത്തിയാക്കുന്നതൊക്കെ കാണിക്കാം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീണ്ടും അകത്ത് കയറട്ടെ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞായിരുന്നു ചേരയൊക്കെ പോയതുകൊണ്ട് ഉമ്മയ്ക്കൊരു പേടി. അപ്പം വീണ്ടും അകത്ത് കയറാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കിടന്ന് കറങ്ങുമെന്ന് പറഞ്ഞേട്ടോ അകത്ത് കയറാം. അപ്പോൾ ഞാൻ വീണ്ടും റൂമിനകത്ത് കയറി. അപ്പം ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, കൊള്ളാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം കുറച്ച് ദിവസം മുമ്പുള്ള എൻ്റെ ഒരു കലാപരിപാടിയാണ്. കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ വാപ്പിയുടെ പുറകെ നടക്കാം കേട്ടോ. വാൾ പെയിൻറ്റ് ഇപ്പോൾ വാപ്പി പറഞ്ഞ സ്വിച്ച് ബോർഡ് പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ, അത് മാത്രം ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്താ പറയുക, ഒരു സൂചി കുത്താനിട നിന്നിപ്പോയി തൂമ്പൊത്തി കയറ്റി എന്ന് പറയുന്നേരം ഞാൻ എല്ലാ സ്വിച്ച് ബോർഡും പടം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ഇതാട്ടോ, ഇപ്പുറത്തെ റൂമിനകത്ത് സ്വിച്ച് ബോർഡിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തിനകത്ത് കാണിച്ചു തരാം, ഹാളിലാണ് കാണിച്ചു തരാം. അതാണ്ട് ഹാളിനകത്ത് കയറി വരുന്നിടത്തെ സ്വിച്ച് ബോർഡിനകത്ത് ചെയ്ത കേട്ടോ. ഇവിടെയൊക്കെ റെഡൊക്കെ ആയിരുന്നു ആ പിക്ചറിനകത്ത്. ഞാൻ പടം നോക്കി വരച്ച കേട്ടോ. അപ്പോൾ അതിനകത്ത് റെഡ് ഒക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ള പെയിൻറ്റ് വെച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. റെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ റെഡ് അടിച്ചായിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു എടുപ്പ് കിട്ടിയേനെ. പിന്നെ ഇവിടെ നമ്മുടെ ഈ മെയിൻ സ്വിച്ചിൻ്റെ ആ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇനി തുറന്ന് വരച്ച് വെച്ചു. പിന്നെ ഞാൻ കാണിച്ചില്ല ബാത്റൂമിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ എല്ലാത്തിലും ഞാൻ അറഞ്ചം വരച്ച് വെച്ചു കേട്ടോ. ബാത്റൂമിൻ്റെ സ്വിച്ച്, ബാത്റൂമിൽ കയറുന്നവരൊക്കെ സൂക്ഷിക്കണം, എൻ്റെ ബട്ടർഫ്ലൈ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ബാത്റൂമിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ ഇങ്ങനെ തുറന്നായിട്ട് വരച്ച് വെച്ചത്. പിന്നെ ഇത് അടുക്കളയിലെ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടൊന്നും കേട്ടോ, ഉമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഇത് ശരിക്കും ഇത് ബ്ലാക്ക് വെച്ചിട്ടാട്ടോ ചെയ്യണം. എൻ്റെ ഒരു ബ്ലാക്കില്ലാത്തതുകൊണ്ട് ഞാൻ ബ്രൗൺ, എല്ലാത്തിലും അങ്ങനെ കേട്ടോ, ബ്ലാക്ക് വരയ്ക്കുന്നതൊക്കെ ഞാൻ ബ്രൗൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.
ഇതങ്ങനെ. പിന്നെ ഇത് അടുക്കളയിൽ തന്നെ വേറൊരു സ്വിച്ച് മിക്സി കുത്തുന്ന സ്വിച്ചാണ് ഗൈസ്. അപ്പോൾ അവിടെ ഒരു ബട്ടർ, എനിക്ക് ഇവിടെയോ കൂടെ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈയും കൂടെ വരയ്ക്കണമെന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതും വരയ്ക്കും. രാസോലിക്ക് മുമ്പായിട്ട് ഞാൻ വരയ്ക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ അടുക്കളയിലെ പെയിൻറ്റിങ്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഫ്രിഡ്ജ് കഴുകി ഗൈസ്. ഇന്നലത്തെ എൻ്റെ ഡ്യൂട്ടി ഫ്രിഡ്ജ് കഴുകലായിരുന്നു. പിന്നെ ഞാൻ അതും ഒരു വീഡിയോ ഒക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് വേണ്ടാന്ന്. കാരണം കഴിഞ്ഞ വട്ടം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതേ പിന്നെ ഇപ്പുറത്തെ റൂമിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഇത് വരച്ചു കേട്ടോ. ഇതും വരച്ച്. പിന്നെ ഇവിടെ ഒരു സീനറി ഇട്ടിട്ടുണ്ട്. അതേ ഉള്ളൂ. പിന്നെ സ്വിച്ച് ബോർഡ് പിന്നെ ഇവിടെ അപ്പോൾ അകത്ത് ഇതൊക്കെയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വെളിയിൽ സിറ്റ് ഔട്ടിൽ കാണിച്ചു തരാം. അല്ല, സിറ്റ് ഔട്ടിൽ ഇതാട്ടോ വെച്ച്. ഇതാണ് ഞാൻ തുടങ്ങിയത്. ഇതാണ് ഞാൻ ഫസ്റ്റ് പെർമിഷൻ വാങ്ങിച്ച് ഞാൻ തുടങ്ങിയ പടം ഇതാട്ടോ. ഇതും പറഞ്ഞ പോലെ ഇവിടെ ബ്ലാക്കും ഇവിടെ റെഡും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ 2 കളറും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രൗണും പിങ്കും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വാൾ പെയിൻറ്റിങ്സൊക്കെ. പിന്നെ എനിക്ക് നേരെ കാണുന്നില്ലേ, നേരെ കാണുമ്പോൾ അടുക്കളയുടെ നേരെ മുകളിൽ ആ കഥകിൽ കാണിച്ചു. അപ്പോൾ അത് ഇവിടെ ആയിട്ട് അടുക്കളയിലോട്ട് കയറുന്ന കഥകിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ടൊരു മാഷാള്ള എഴുതണം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അവിടെ വരാന്തയിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. സിറ്റ് ഔട്ടിലല്ലാതെ ഒരു പടം ഇങ്ങനെ എഴുതിയത് കാണിച്ചു തരാവേ. ഉണ്ടോ, ഇങ്ങനെ തുറണം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ വരയ്ക്കണ്ട. പിന്നെ ഇവിടെ ഞാൻ പേപ്പറിനകത്ത് വലിയ ചാർട്ട് പേപ്പറിനകത്ത് ഞാൻ പെയിൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഒട്ടിച്ച് വെച്ചു. അതങ്ങ് ഇളകി കീറിയൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇനി വരച്ച് കുളമാക്കണ്ട, അവിടെ ഒരു മാഷാള്ള എഴുതണമെന്നുണ്ട്. അപ്പോൾ അതും വരയ്ക്കണം. പിന്നെ അടുക്കളയിൽ മിക്സിയുടെ അവിടെ ഒരു ബട്ടർഫ്ലൈയും വരയ്ക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഇത് മൊത്തം ആഡ് ചെയ്ത് നോക്കിയിട്ട് ഒരു 3 മിനിറ്റെങ്കിലും 3 മിനിറ്റ് കാണുമായിരിക്കും. 3 മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. വലിച്ച് ലാഗാക്കണ്ട. അപ്പോൾ 3 മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ ഞാനങ്ങ് അപ്ലോഡ് ചെയ്യും. മറ്റേ വൃത്തിയാക്കുന്നതും പന്തലിടുന്നതൊക്കെ ഞാൻ കുറച്ച് എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള അപ്ഡേഷൻസൊക്കെ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോസൊക്കെ ഇനി ഇടാം. എനിക്ക് എങ്ങനെയെങ്കിലും 1K ആക്കി തരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എൻ്റെ ഇൻട്രോ ആരോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഈ ഫോണിൽ നിന്ന്. അതിനിപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര മടിയാണ് എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ലാസ്റ്റ് എൻ്റെ ആ ഒരു ഇൻട്രോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഇൻട്രോ ആയിരുന്നു കേട്ടോ. പക്ഷേ അത് ഫോണിൽ നിന്ന് എങ്ങനെയോ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നോക്കട്ടെ, അത് തന്നെ പറ്റുമെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യണം. അതും നോക്കണം, ഇതും എഡിറ്റ് ചെയ്യണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ഓൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.